കോഴിക്കോട് ബേപ്പൂർ തുറമുഖം പോർട്ട് സിറ്റിയാക്കാൻ മന്ത്രിസഭാ തീരുമാനം. വിഴിഞ്ഞം സിയാൽ മാതൃകയിൽ 100 കോടിയുടെ വികസനമാണ് നടക്കുക. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാറ്റലൈറ്റ് പോർട്ടായി ബേപ്പൂർ മാറും. ഫസ്റ്റ് ഓൺ 24. വാർത്തയുടെ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് നിർമ്മണം കൂടി ചേരുന്നുണ്ട്. ദീപക്, അങ്ങനെ കോഴിക്കോടിന്റെ മുഖം മാറാൻ പോകുന്നു, ബേപ്പൂർ തുറമുഖത്തിന്റെ മുഖം മാറാൻ പോകുന്നു അല്ലേ? കഴിഞ്ഞ ദിവസം 24 തന്നെയാണ് ഇത്തരമൊരു ആലോചന സർക്കാർ തലത്തിൽ നടക്കുന്ന കാര്യം റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ ബേപ്പൂർ തുറമുഖം PPP മാതൃകയിൽ വൻ വികസനത്തിനുള്ള അംഗീകാരം മന്ത്രിസഭാ യോഗം നൽകിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അത് തുറമുഖ മന്ത്രിയാണ് മുൻപോട്ട് വെച്ചത്. ബേപ്പൂരിലെ MLA കൂടിയായ ടൂറിസം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ് ഇതിന് മുൻകൈ എടുത്തതെങ്കിലും തുറമുഖ വകുപ്പാണ് ഈ ഫയൽ പുട്ടപ്പിയത്. മെറിറ്റൈൻ ബോർഡാണ് ഇത് ചെയ്യുന്നത്. സിയാലിന്റെ മാതൃകയിൽ വിഴിഞ്ഞം പോർട്ടിന് ഒരു ഔട്ടർ സിറ്റി എന്നുള്ള നിലയിൽ ഒരു തുറമുഖ സിറ്റിയായി മാറുകയും ഒരു സാറ്റലൈറ്റ് പോർട്ടായി വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു സാറ്റലൈറ്റ് പോർട്ടായി ബേപ്പൂർ മാറുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ പദ്ധതി. ഏതാണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ 100 കോടി 2000-ലേറെ കോടിയുടെ വികസനമാണ് ബേപ്പൂരിലേക്ക് വരാൻ പോകുന്നത്. അതിലേറ്റവും നിർണായകമായ കാര്യം തദ്ദേശവാസികൾക്ക് കൂടി പങ്കാളിത്തം നൽകിക്കൊണ്ടുള്ള ആലോചനാ യോഗത്തിന് ശേഷമായിരിക്കും ഈ പദ്ധതി മെറിറ്റൈൻ ബോർഡ് രൂപീകരിച്ച പദ്ധതിയുടെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുക. അധികം വൈകാതെ തന്നെ ടെൻഡർ നടപടിയിലേക്ക് കടക്കും. അതിവേഗത്തിലായിരിക്കും ഈ പദ്ധതി. ആ രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഇന്ന് മന്ത്രിസഭാ യോഗം എടുത്തിരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് അതിനുശേഷം മുഖ്യമന്ത്രിക്കും തുറമുഖ മന്ത്രിക്കും നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹം കുറിപ്പ് അയച്ചിട്ടുമുണ്ട്. ഇപ്പോഴാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം ആ തീരുമാനം പുറത്തു വന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.